ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് കുറേ നാളിന് ശേഷം ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നല്ലൊരു മട്ടൺ മസാലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് ഇട്ട് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഇതിൽ. അങ്ങനെ ഇത് 5-6 വിസിലിന് ശേഷം മട്ടൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബോണെല്ലായിട്ട് നല്ല നെയ്യെല്ലായിട്ട് നല്ല മട്ടനാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് വേറൊരു പാൻ എടുത്ത് ചൂടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആയെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, അങ്ങനെ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സ്പൈസസിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ആയതിൻ്റെ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ സവാളയെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. സവാള നല്ല പോലെ ഒന്ന് വഴറ്റി വരണം. ഇനി ഇതിലേക്ക് 2 വലിയ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഹാഫ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന മസാല മട്ടനിൽ മാത്രമല്ല കേട്ടോ, ബീഫിലും ചിക്കനിലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ ബീഫെല്ലാം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ മട്ടനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മട്ടനിലും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ മസാല ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഐറ്റമാണ്. ഇപ്പോൾ ഇതാ സവാള നല്ല പോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. തക്കാളിയെല്ലാം വെന്ത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരണം. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ തക്കാളിയെല്ലാം വെന്ത് നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം തക്കാളി. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ, മസാല എല്ലാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. നേരത്തെ നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിനല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ പച്ചമണലൊന്നും മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം എരിവാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മട്ടൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മസാലേൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മട്ടനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിക്കാൻ നല്ല രസമാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കഴിക്കുമ്പോൾ. ഇതിലത്തെ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ആദ്യം നമുക്ക് പീസ് മാത്രം ഇട്ട് കൊടുക്കാം മട്ടൻ്റെ. മസാലയിൽ മട്ടനിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മട്ടൻ വേവിച്ച കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വറ്റി വരാനും വേണ്ടിയിട്ട് വേവിച്ചതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ, അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അധികമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മളൊരു മസാല ടൈപ്പിൽ ഉണ്ടാക്കുന്നതല്ലേ. നല്ല ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മട്ടൻ മസാല നല്ലപോലെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഒരു വേറെ തന്നെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മട്ടൻ മസാല. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മട്ടൻ മസാല റെഡി ആയിട്ടാ. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. മട്ടൻ ഇഷ്ടമില്ലാത്തവർ ഇത് ചിക്കനിലും ബീഫിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. പക്ഷേ ഈ മട്ടൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. മട്ടൻ ലവേഴ്സെല്ലാം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.